ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുക. മറ്റൊന്നുമല്ല, യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പുറത്തിറങ്ങരുത്, എല്ലാവരും സേഫായിട്ടുള്ള സ്ഥലത്തിരിക്കണം എന്നൊക്കെ കരുതി. പക്ഷേ ഏറെക്കുറെ ഷോപ്പുകളൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് എന്തായാലും റൂമിൽ ഇരിക്കുമല്ലേ, എന്നിട്ട് നമുക്ക് കുറച്ച് മീനൊക്കെ വാങ്ങിച്ച് കറി വെക്കാം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുക. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ. കൊള്ളാമോ? അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഇവിടുത്തെ കിച്ചണും ഹോളും ഒക്കെ ഒന്ന് തന്നെയാണ്. മിക്ക വീടുകളിലും അങ്ങനെ ഷോപ്പുകളൊക്കെ തുറന്നിട്ടുണ്ട്. ആരും പുറത്തിറങ്ങുന്നൊക്കെ പറഞ്ഞെങ്കിലും വണ്ടികളൊക്കെ ഓടുന്നുണ്ട്. പക്ഷേ ബസ്സുകളൊക്കെ കുറവാ. എന്താണ് ഒരു ഷൂസ് പോലുണ്ടല്ലോ. കുറച്ച് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങണം. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോവുകയാണ്. എത്ര ഷോപ്പുകൾ തുറന്നിട്ടുണ്ടെന്ന് നമുക്ക് കണ്ടറിയാം. ചിലപ്പോൾ എല്ലാം തുറന്നാണ് കേട്ടോ, ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് മാർക്കറ്റ് ഉള്ളത്. റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ചോദിക്കാറുണ്ട് സേഫ് ആണോ ഇവിടെയെന്ന്. സേഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മിസൈലുകൾ വരുന്നത് ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോണിലേക്ക് ഒരു എമർജൻസി അലേർട്ട് ഫ്ലാഷ് ലൈറ്റായിട്ട് വരും. പിന്നെ നമ്മുടെ ഫോണുകളിൽ റെഡ് അലേർട്ടിൻ്റെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു അലാറം വരുന്നതാണ്. ഫസ്റ്റ് അലേർട്ട് ലഭിച്ച ശേഷം 10 മിനിറ്റോളം സമയമുണ്ട് നമുക്ക് ബങ്കറിൽ കയറാനും അല്ലെങ്കിൽ സേഫ്റ്റി റൂമിൽ പോകാനും ഒക്കെ ആയിട്ട്. അതൊക്കെ മനസ്സിലാക്കി നമ്മൾ ഗവൺമെൻറ് തരുന്ന നിർദ്ദേശങ്ങൾ അതേപോലെ പാലിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സേഫ് ആണെന്ന് പറയാം. താൻ പാതി ദൈവം പാതി എന്നൊരു പഴഞ്ചൊല്ലില്ലേ, അതുപോലെയാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. ബാക്കി നടക്കാനുള്ള പോലെ നടക്കും. പിന്നെ എന്നാണേലും മരണം എന്ന് പറയുന്ന കാര്യം എവിടെ ഒളിച്ചിരുന്നാലും, എവിടാണേലും, വീട്ടിലാണേലും നാട്ടിലാണേലും എവിടാണേലും വരും. അതുകൊണ്ട് നമുക്കുള്ള സമയം സന്തോഷമായിട്ടിരിക്കാം. ഇതാണ് ജെറുസലേം മഹനെ യഹൂദ മാർക്കറ്റ്.
Where are you from? India. India. Nice, India. ചേച്ചിയും ചേട്ടനും ഒക്കെ നടന്ന് ദൂരെ എത്തി. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റാണിത്. നാട്ടിൽ വന്നപ്പോൾ വാങ്ങിക്കൊണ്ട് വന്നൊരു ചോക്ലേറ്റ് ഉണ്ട്. അർച്ചനയ്ക്ക് അമ്മൂസിനും നന്ദുവിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതവിടെ കാണുന്നില്ല. ഉണ്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ വായിലിട്ട് കഴിയുമ്പം ഒരു സ്ഫോടനം നടന്ന പോലെ പൂത്തിരി കത്തും വായിൽ. കണ്ടോ, എനിക്കിത് ഒരുപാട് ഇഷ്ടമാണ്. അർച്ചനയുടെ കൂട്ടുകാർക്കൊക്കെ ഈ ഒരു ചോക്ലേറ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് ടൈം നാട്ടിൽ പോകുമ്പം അതായിരിക്കും ഏറ്റവും കൂടുതൽ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഇത് നമ്മുടെ ഇവിടുത്തെ പള്ളിയിലെ പാസ്റ്ററാണ്. പക്ഷെ ചേച്ചി ഈ ഡ്രസ്സും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പറയോ, ഭയങ്കര ക്വാളിറ്റി ഡ്രസ്സ് പോലെ ഉണ്ട്. ക്വാളിറ്റി ഡ്രസ്സുകളെല്ലാം എനിക്കുള്ളത്. പക്ഷെ 20 സെക്കൻഡ് മേലേക്ക് ഒരു ഡ്രസ്സ് എനിക്കില്ല. എല്ലാം 20 സെക്കൻഡ്. ഇസ്രായേലിലെ ലോട്ടറി ഷോപ്പാണിത്. കണ്ടോ, ഞങ്ങൾ മീൻ വാങ്ങിക്കാൻ വന്നതാ. മീനൊന്നും കിട്ടിയില്ല. പുള്ളിക്ക് പല വെറൈറ്റി ബിസ്ക്കറ്റാണിത്. മീൻ വാങ്ങുന്ന ഷോപ്പുകളാണ്. ഇതൊന്നും ഇന്ന് തുറന്നിട്ടില്ല, എല്ലാം ക്ലോസ്ഡ് ആണ്. ഞാൻ കഴിഞ്ഞ തവണ നാട്ടിൽ വന്നപ്പോൾ ഇവിടുന്ന് കുറേ ചോക്ലേറ്റ്സ് വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇതിന്റെ വലിയൊരു ഷോപ്പായത്. ഭയങ്കര ടേസ്റ്റ് ആണോ? നമ്മളൊക്കെ നമ്മളല്ലേ, നമ്മുടെ മക്കള് കഴിക്കണം. നമ്മൾ കഴിച്ച് ഷുഗർ വരും.
ഇന്ത്യൻ സ്റ്റോർ ആണേ. വേറെ വേറെ എവിടെയാ എന്താ ഉണ്ടെന്ന് കപ്പലണ്ടി. നമ്മുടെ നാട്ടിലെ കപ്പലണ്ടിയേക്കാൾ കുറച്ചും കൂടി വലിപ്പമുണ്ട്. ഇതോ പല വെറൈറ്റി അരികൾ ഇവിടെ കിട്ടും. പരിപ്പതില്ലേ? പരിപ്പത്ര നമുക്ക് ചെമ്പാവരി ഉണ്ടോ? ആ, എടി ഇത് 1 കിലോ 14. ഇവിടെ വേറൊരു അരിയും കൂടെ ഉണ്ട് ഞങ്ങൾക്ക്. ഈ പരിപ്പ് ഇത് മണ്ണാണ്. അല്ല അല്ല ഇന്ത്യൻ സ്റ്റോറാന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലൊന്നും കാണുന്നില്ല. ഇത് അവിലാണ്. അങ്ങനെ ഒരു സാധനം കണ്ടു. പൊടിച്ചവില് ആണോ? ഇതാവില്ല. തേങ്ങ ഉണ്ട് കേട്ടോ ഇവിടെ. തേങ്ങ തേങ്ങ നമുക്ക് അപ്പുറത്ത് മാത്രം നല്ല ഫ്രഷ് ആക്കി വെച്ച കപ്പലണ്ടി. ഇതെന്തോ ചോളം. ഇത് വാങ്ങിയിട്ട് നമുക്ക് ചിപ്സ് ഉണ്ടാക്കാം. പല വെറൈറ്റി മുന്തിരി, കോക്കനട്ട് മിൽക്ക്, ഇതൊക്കെ ഓയിലാണ്. അതിനുണ്ടോ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നല്ല ടേസ്റ്റ് ആയത്. ഇതിന്റെ പേരെന്തുവാ? ചെറിയോ? ഭയങ്കര ടേസ്റ്റ് ആയതില്ലേ. നല്ലൊരു പുളിയും മധുരവും ഒക്കെയാ. ഇത് കൊള്ളാം. ബ്ലാക്ക് ബെറിയാന്ന് തോന്നുന്നു. എന്താ അതിന് കഴിക്കാൻ കൊള്ളാം. ഇതാണ് വേറെ ഒരു ഇന്ത്യൻ സ്റ്റോറ്. ഇവിടെ പിന്നെയും കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ത്യൻ ഷോപ്പാ ഇത്. കുരുമുളക്, ഗ്രാമ്പൂ, ഉലുവാപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, എല്ലാ പൊടികളും ഇവിടെ കിട്ടും. മിക്സർ, മുറുക്ക്, പപ്പടം. ഇന്ത്യൻ പപ്പടം തോന്നും. ഇത് തേങ്ങാപ്പൊടിയാണ്. സേമിയ പായസത്തിന്റെ അങ്ങനെ ഏകദേശം നമുക്ക് വേണ്ടുന്ന എല്ലാം തന്നെ ഇവിടെ ഉണ്ടെന്ന് പറയാം. അങ്ങനെ നമ്മൾ പുറത്ത് പോയി സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് റൂമിലെത്തി. ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം പഴയ ഒരു സിനിമ കാണാൻ. യൂട്യൂബിൽ ഉർവശിയുടെ ഏതെങ്കിലും ഒരു പഴയ സിനിമ കാണണമെന്നുണ്ട്. ഇപ്പം നീ ഇരിക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നും കേട്ടോ, പഴയ മൂവികൾ കാണണമെന്ന്. അപ്പോൾ കാര്യം പറഞ്ഞ് തോരനുള്ളതൊക്കെ അരിഞ്ഞു കഴിഞ്ഞു.
തോരൻ എന്താ ഇങ്ങനത്തെ ചെരുവത്തിൽ ഉണ്ടാക്കുന്നതെന്നൊന്നും ആരും വിചാരിക്കരുത്. ഞങ്ങളൊരു പുതിയ റൂം ഒരാഴ്ച ആയുള്ളൂ തുടങ്ങിയിട്ട്. ഞങ്ങൾക്ക് പാത്രങ്ങളെല്ലാം വാങ്ങാൻ കടകളെല്ലാം അടവായി പോയി, യുദ്ധം പ്രമാണിച്ച്. അങ്ങനെ ഞങ്ങളുള്ള പാത്രത്തിലൊക്കെ ഉണ്ടാക്കി അഡ്ജസ്റ്റ് ചെയ്യുവാണ്. വീട് മാത്രല്ല പല്ല് പോയായിരുന്നു എനിക്ക്. അതുകൊണ്ടാ ഇന്നലെ പല്ലെടുക്കാൻ പോയി, പല്ലൊക്കെ എടുത്ത് മിസൈല് വീണ് പോകും എടുക്കണ്ടായിരുന്നു. പക്ഷെ വേദന മാറണമല്ലോ. അതല്ല, മിസൈല് വരുമ്പോ എല്ലാ വേദന ഒരുമിച്ചങ്ങ് മാറിക്കോളൂല്ലേ. 500 രൂപയ്ക്ക് നാട്ടിൽ പല്ലെടുക്കുന്ന 500 ഷെക്കലാ ഇവിടെ പല്ലെടുക്കാൻ. പല്ലെടുക്കാനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പൈസയാവുന്നത്. പക്ഷെ ഇന്നലെ എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഇവിടെ ഉള്ള പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് ഇവിടുത്തെ ദന്താശുപത്രി എന്ന് പറയുന്നത്. നമുക്ക് പല്ലിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് പറ്റിയ ഹോസ്പിറ്റലുകൾ എവിടാന്ന് ആർക്കും തന്നെ അറിയില്ല. പക്ഷെ ഇന്നലെ എനിക്ക് ഇവരുടെ കൂടെ പോകാൻ പറ്റിയില്ല. അത് നമുക്ക് വീഡിയോ എടുക്കാമായിരുന്നു, പക്ഷെ കഴിഞ്ഞില്ല. അല്ല, ഇത് എടുക്കാൻ വേണ്ടിട്ടല്ല, പറയട്ടെ. വേണ്ടാത്ത കട്ട് ചെയ്യാം. നമ്മുടെ നാട്ടിലാണെങ്കിൽ അയ്യോ അമ്മ എന്ന് പറഞ്ഞല്ലേ, ഇവിടെ ഒരു പുള്ളിക്കാരത്തിന് ചേച്ചി കണ്ടോ ചേച്ചി പൂച്ചപ്പാർക്കിൽ ഒരു പുള്ളിക്കാരത്തി പൈസ ചോദിക്കുന്നത്. എക്സ്ക്യൂസ് മീ, can you give me something? അയ്യോ മനസ്സിലായി മനസ്സിലായി, അതിന്റെ കാര്യം പറഞ്ഞേ. വീഡിയോ എടുക്കാൻ മാത്രമേ പാടുള്ളൂ, ഒറ്റ എണ്ണം തൊട്ട് പോകരുത്. ഞാൻ പറയാറ് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഗൈസ് ഈ അച്ചാറും ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ. ഇത്രയും യുദ്ധ സാഹചര്യത്തിൽ പോലും ഒരുപാട് ദൂരെ നിന്ന് ഇവിടം വരെ യാത്ര ചെയ്ത് വന്നതാണ് നമ്മുടെ അരി ചേച്ചി. ഇത് രജനി ചേച്ചിയുടെ ഫ്രണ്ടാണ്. ചേച്ചിയെ കാണാൻ വേണ്ടി വന്നതാ. അപ്പോൾ അവരവിടെ സംസാരിച്ച് നിൽക്കട്ടെ. അങ്ങനെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ അവസാനിക്കുകയാണ്. അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.